ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചിരുന്നത്? നമ്മൾ ത്രികോണത്തിന്റെ അകക്കോണ്, അതുപോലെ തന്നെ ഷഡ്ഭുജം, അതുപോലെ പഞ്ചഭുജം, സപ്തഭുജം, അതുപോലെ ഒക്ടഗൺ, അങ്ങനെയുള്ള ബഹുഭുജങ്ങളുടെ അകക്കോണുകളുടെ അളവുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. ഇന്ന് നമുക്ക് കുറച്ചും കൂടി ഫർദർ ആയിട്ട് പുറം കോൺ എന്താണ്, അത് എത്രയാണ് വരിക എന്ന് നമുക്ക് നോക്കാം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ആദ്യം ഞാൻ ഒരു വര വരയ്ക്കണം. ഇത് കൺസെപ്റ്റ് ക്ലാസ് ആണ്. ഫസ്റ്റ് ഞാൻ പറയുന്നത്, അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു വര വരയ്ക്കണം. ഈ ഒരു വര ഞാൻ എന്തെടുത്തു? ഒരു എ എന്നുള്ള പോയിന്റ് എടുത്തു. ഈ എ എന്നുള്ള പോയിന്റിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് ഒരു മെഷർ ചെയ്യണം, ആംഗിൾ മെഷർ ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് എങ്ങനെ മെഷർ ചെയ്യുക? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സാധാരണ കോൺ മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ മെഷർ ചെയ്യുന്ന സമയത്ത് ഒരു ആംഗിളിന്റെ മോൾ ഭാഗത്ത് മാത്രം, ഒരു വരയുടെ മോൾ ഭാഗത്ത് മാത്രം നമ്മൾ ആംഗിൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത്, അതായത് ഇവിടെ മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അതേസമയം നമ്മൾ ഈ ഒരു പോയിന്റ് നമ്മൾ തിരിച്ചു വന്നു, തിരിച്ച് അതേ പോയിന്റിലേക്ക് എത്തിയാൽ നമ്മൾ ടോട്ടൽ ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രിയാണ്. ഇനി നമുക്ക് അടുത്തൊരു കാര്യം നോക്കാം. ഞാനിവിടെ ഒരു എ എന്നൊരു പോയിന്റ് ഉണ്ട്. എ എന്നൊരു പോയിന്റിൽ നിന്ന് 5 സെന്റിമീറ്റർ അകലെ ഞാൻ ബി എന്നൊരു പോയിന്റ് ചൂസ് ചെയ്തു. ഇനി എന്ത് ചെയ്തു? ബിന്ന് ഞാൻ വീണ്ടും ഒരു 5 സെന്റിമീറ്റർ അകലത്തേക്ക് ഒരു പോയിന്റ് വരച്ചു. അതിന് ലെറ്റ് ഇറ്റ് ബി സി എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പൊ എ എന്ന് സിയിലേക്ക് ഞാൻ എന്ത് ചെയ്തു? എന്ന് സിയിലേക്ക് യോജിപ്പിക്കാൻ വേണ്ടി എ എന്ന് സിയിലേക്ക് ഒരു ലൈൻ വരച്ചു. കറക്റ്റല്ല, എ എന്ന് സിയിലേക്ക് ഒരു ലൈൻ വരച്ചു. അപ്പൊ ഈ ഒരു പോയിന്റ്, അപ്പൊ ഇവിടെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാം? അപ്പോൾ ഇതില് നമുക്ക് എടുക്കാം, ഒരു ജസ്റ്റ് എക്സ് എടുക്കാം. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ എക്സ് എടുക്കാണ്. എങ്ങനെയാണ് ആംഗിൾ വരുന്നത് എന്ന് നമുക്ക് കൂടുതൽ കറക്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ ഇവിടെയുള്ള ആംഗിൾ എത്രയാണ്? എക്സ് എന്ന് ഞാൻ എടുത്തു. ഇനി എന്ത് ചെയ്തു? ഈ സി എന്ന പോയിന്റ് 5 സെന്റിമീറ്ററിലല്ല വരച്ചത്. ഞാൻ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഡി എന്ന ഒരു പോയിന്റ് എടുത്തു. ഈ ഡി എന്ന പോയിന്റ് എത്രയാണ്? സിയിൽ നിന്നും 5 സെന്റിമീറ്റർ അകലെയാണ്. അതായത് ഡി എന്ന പോയിന്റ് ബിയിൽ നിന്നും 10 സെന്റിമീറ്റർ അകലെയാണ്. ഇപ്പോൾ എ എന്ന പോയിന്റിലുള്ള ആംഗിൾ എത്രയാണ് നോക്കണം നമുക്ക്. എ എന്നുള്ള പോയിന്റിലെ ആംഗിൾ അതെന്താണ്? അത് എന്ന് പറയുന്നത് y ആയിട്ട് എടുക്കാം. അപ്പൊ ഇതിൽ നമുക്ക് ഫിഗറിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? y is greater than x. എന്താണ്? y is greater than x. ഈ y എപ്പോഴാണ് ഗ്രേറ്റർ ആകുന്നത്? എക്സ് ഉള്ള സമയത്ത്. എക്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള ലെങ്ത് ഉണ്ടല്ലോ, എക്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള ലെങ്ത് 5 സെന്റിമീറ്റർ ആയിരുന്നു. വൈന്റെ മൊത്തമായിട്ടുള്ള ഓപ്പോസിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാനുള്ളത്? ഇപ്പൊ ഇതൊരു ത്രികോണമാണുള്ളത്. അപ്പൊ ഈ ത്രികോണത്തിന്റെ ഓപ്പോസിറ്റ്, ഈ ലെങ്ത്തിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ലെങ്ത് ആണ് ഓപ്പോസിറ്റ് ആംഗിളിനെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ലെങ്ത് ഇവിടെ കുറവാണ് വെക്കാം, ഈ ഓപ്പോസിറ്റ് സൈഡ് കുറവാണ് വെക്കാം. അപ്പൊ എന്താ സംഭവിക്കുക? ലെങ്ത് കുറവാണ് വെച്ചാൽ ആംഗിളും കുറവായിരിക്കും. ഫസ്റ്റ് എന്തായിരുന്നു? ഫസ്റ്റ് 5 സെന്റിമീറ്റർ ആയിരുന്നു. അപ്പോൾ 5 സെന്റിമീറ്റർ ആകുന്ന സമയത്ത് എക്സ് ആയിരുന്നു അവിടെയുള്ള ആംഗിൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ലെങ്ത് കൂട്ടി 10 സെന്റിമീറ്റർ ആക്കി. അപ്പോൾ എന്ത് ചെയ്തു? ലെങ്ത് കൂടുന്ന സമയത്ത് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്താ സംഭവിക്കുക? അത് കൂടുകയാണ് ചെയ്യുക. അങ്ങനെയാണ് y is greater than x എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ വെക്കുക, അല്ലെങ്കിൽ ഒരു ത്രികോണം വരയ്ക്കാൻ വെച്ചാല് നമ്മുടെ ആംഗിൾ ഉണ്ടല്ലോ, നമ്മുടെ ഷോർട്ടസ്റ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്, അത് ലെങ്ത് കുറവായിരിക്കും. ഒന്നും കൂടി പറയാം, ഷോർട്ടസ്റ്റ് ആംഗിൾ ആയിട്ടുള്ള കോണിന്റെ ഓപ്പോസിറ്റ് ലെങ്ത് കുറവായിരിക്കും. അതുപോലെ തന്നെ വലിയ ലെങ്ത് ഉള്ള സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിള് വലുതായിരിക്കും. അതെന്തുകൊണ്ട് വന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഞാൻ ഇവിടെ തന്നത്. അപ്പൊ നമുക്കെന്ത് മനസ്സിലാക്കി? നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്നാമത്തത്, ലെങ്ത് ഒരു കോണിന്റെ ഡിസൈഡ് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ലെങ്ത് ഉള്ള സൈഡാണ് എന്ന് ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ലെങ്ത് കുറവുള്ള സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിള് കുറവായിരിക്കും. അതുപോലെ തന്നെ ലെങ്ത് കൂടിയ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിള് കൂടുതലായിരിക്കും. ഇതാണ് ഒന്നാമത്തെ കൺസെപ്റ്റ്. ഇനി നമുക്ക് രണ്ടാമത്തെ എടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ആംഗിള് എന്താണ്?
ആംഗിള് എന്തിന് ഡിപ്പെൻസ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ലെങ്തിനെ ഡിപ്പെൻസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ ഫസ്റ്റത്തെ കേസ് എടുത്തു. ഫസ്റ്റ് എന്തായിരുന്നു കേസ്? ഫസ്റ്റ് വന്നിട്ട് നമുക്ക് എയും സി എല്ലാം എന്തായിരുന്നു? 5 സെന്റിമീറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു കേസ് ഫസ്റ്റ് നോക്കാം. ഞാൻ വീണ്ടും ഒന്നും കൂടി വർക്ക് ചെയ്യണം. എ ബി എന്ന പോയിന്റ് 5 സെന്റിമീറ്റർ ആണ് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു? ഒരു ആംഗിൾ വരച്ചു. ഇവിടെ ഒരു 5 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ കറക്റ്റ് ലംബമായിട്ടാണ് ഒരു ആംഗിൾ വരച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെയും സെയിം ആയതുകൊണ്ട് ഈ ലെങ്ത്തും സെയിം ആയതുകൊണ്ട് ഈ ലെങ്ത്തിന്റെ രണ്ടിന്റെയും ഓപ്പോസിറ്റ് ആംഗിളുകൾ എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. അപ്പൊ എന്താണ്? നമ്മുടെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. ഇവിടെ ബാക്കിയുള്ള രണ്ട് സൈഡും ഈക്വൽ ആവണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് സംഭവിക്കും? ഇവിടെയുള്ള ആംഗിള് 45 ഡിഗ്രി ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെയുള്ള ആംഗിൾ എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്? 5 സെന്റിമീറ്ററിന് 5 സെന്റിമീറ്റർ ആണ്. അതാണ് ഒന്നാമത്തെ കോൺസെപ്റ്റ്. ഇനി ഇവിടെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കണം? അത് √2 ടൈംസ് ആയിരിക്കണം. അതായത് 5√2 ആയിരിക്കും. കാരണം എന്താണ്? നമുക്കറിയാം ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ് വെച്ചാൽ ഇവിടെ എന്തായിരിക്കും? √2 ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ 2 ആണ് വെച്ചാൽ ഇവിടെ എന്തായിരിക്കും? 2√2 ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ പൈത്തഗോറസ് തിയറം നോക്കുക. പൈത്തഗോറസ് തിയറം അനുസരിച്ച് ഇവിടെ നമ്മൾ 1 ആണ് വയ്ക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? √1 + 1² √1² + 1², അതായത് √2 എന്ന് വരും. ആ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കിയത്? ഒന്നാമത്തത്, ഒരു കോണിന്റെ അളവ്, ട്രയാങ്കിളിലെ ഒരു കോണിന്റെ അളവ് തീരുമാനിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത്തിന് അനുസൃതമായാണ്. ഓപ്പോസിറ്റ് സൈഡിലുള്ള ലെങ്ത് കൂടുതലാണ് വെച്ചാൽ കോണ് കൂടുതലായിരിക്കും, കോണിന്റെ അളവ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ലെങ്ത്തിന്റെ അളവ് കുറവാണ് വെച്ചാൽ കോണളവ് എന്തായിരിക്കും? കുറവായിരിക്കും. ഇതാണ് കൺസെപ്റ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു ലെങ്തിനെ ഡിപ്പെൻസ് ചെയ്യുന്നു, കോൺ ലെങ്തിനെ ഡിപ്പെൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് തുല്യമായിട്ടുള്ള കോണുകൾ കിട്ടണം എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കണം? ആ ഒരു ട്രയാങ്കിളിന് തുല്യമായിട്ടുള്ള ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക. അതിനെയാണ് എന്തെന്ന് പറയാം? സമഭുജം. ഭുജങ്ങളെല്ലാം സമമായിട്ടുള്ള ത്രികോണം. അപ്പോൾ ആ 3 വശങ്ങളും തുല്യമാകുന്ന സമയത്ത് എന്താണ്? 3 കോണുകളും തുല്യമായിരിക്കും. 3 കോണുകളും തുല്യമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 3 കോണുകളും കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കണം. ഈ 3 കോണുകളും 180 ഡിഗ്രി ആവുന്ന സമയത്ത് ഒരു കോണിന്റെ അളവ് എത്രയായിരിക്കണം? 180/3 60 ഡിഗ്രി ആയിരിക്കണം. ഇതാണ് ട്രയാങ്കിളിലെ ഒരു ചെറിയൊരു കൺസെപ്റ്റ്. ഇനി അടുത്ത് നമുക്ക് പുറം കോണിനെ നോക്കാം. ഒരു ത്രികോണം വരച്ചു. അപ്പോൾ ഈ ത്രികോണത്തില് നോക്കൂ, അവിടെ 45 ഡിഗ്രി, 75 ഡിഗ്രി, 60 ഡിഗ്രി തന്നിട്ടില്ലേ? ആ ഒരു 60 ഡിഗ്രീന്റെ പോർഷൻ നമ്മൾ കുറച്ച് വലത്തോട്ട് നീക്കിയിരിക്കുന്നു. ഈ 60ന്റെ ഓപ്പോസിറ്റ്, അതായത് ഈ ഒരു ഭാഗത്തുള്ള കോണ്, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പുറം കോൺ എന്ന് പറയുന്നത്. എന്താണ്? പുറം കോൺ. അതേസമയം വേറെ കോൺ എന്തായിരുന്നു? അത് വന്നിട്ട് അകക്കോണായിരുന്നു. അപ്പോൾ ഒരു ത്രികോണത്തിന്റെ താഴെ വശം അല്പം വലത്തോട്ട് നീക്കിയിരിക്കുന്നു. അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ ഒരു നീട്ടിയിരിക്കുന്ന സമയത്ത് വലത്ത് മൂലയിൽ വരുന്ന ഈ ഒരു കോൺ എന്തെന്ന് പറയുന്നു? പുറം കോൺ എന്ന് പറയുന്നു. അതേസമയം ഈ മൂലയിലുള്ള കോണിന്, ഇതിന്റെ ഉള്ളിലുള്ള ഈ കോണിന് എന്താ പറയാ? ഈ കോണിന് നമ്മൾ പറയാ അകക്കോൺ എന്നാണ് പറയുക. ഇനി ഈ പുറം കോണിന്റെ അളവ് എത്രയായിരിക്കും? പുറം കോണിന്റെ അളവ് എന്ന് പറയുന്നത്, നമ്മളൊരു രേഖ വരയ്ക്കുകയാണ്. ഈ ഒരു രേഖയില് ഇവിടുന്ന് ഇങ്ങോട്ട് ഫുള്ളായിട്ട് തിരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു അത് 180 ഡിഗ്രി ആയിരിക്കണമെന്ന്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഉള്ള കോണ് ഇവിടുന്ന് ഇവിടേക്ക് വരുന്ന സമയത്ത് എത്ര ആയിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് എന്ത്? 60 ഡിഗ്രിയാണ് അകക്കോൺ തന്നിട്ടുണ്ട്. അപ്പൊ പുറം കോൺ എത്ര ആയിരിക്കും? 180 - 60. അതായത് എത്രയാണ്? 180 - 60 എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. ഈ 120 എന്ന് പറയുന്നത് ഈ രണ്ട് ആന്തര കോണുകളുടെ അളവുകളുടെ തുകയല്ലേ? 75 + 45, അത് എത്ര വരിക? 120 ആണ് വരിക. ഇതെന്തുകൊണ്ട് വന്നു? നമുക്ക് നോക്കാം. ഈ 3 കോണുകൾ നമുക്ക് A + B + C എന്നാണ് വയ്ക്കുക. നമ്മുടെ ആ കോണുകൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു കോണാണ് വയ്ക്കുക. നമ്മൾ A എടുത്തു, B എടുത്തു, ഇവിടെ C എടുത്തു.
എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ബി പ്ലസ് സി എന്ന് പറയുന്നത് എത്രയാണ്? 180 മൈനസ് എ ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇത് എ ആണ്, ഇത് മൊത്തം 180 ആണ്. അപ്പോൾ 180 മൈനസ് എ എന്ന് പറയുന്നത് ബി പ്ലസ് സിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പുറം കോണ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പോസിറ്റുള്ള ആന്തര കോണുകളുടെ അളവുകളുടെ സമമായിരിക്കും പുറം കോണിന്റെ അളവ് എന്ന് പറയുന്നത്. അപ്പോൾ പുറം കോണിന്റെ അളവ് എന്താണ്? പുറം കോണിന്റെ അളവ് എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ ഉള്ളിലുള്ള ഓപ്പോസിറ്റ് സൈഡിലുള്ള ആന്തര കോണുകളുടെ ടോട്ടൽ തുകയായിരിക്കും പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത്. ഇവിടെയുള്ള കേസിൽ എന്താന്ന് പറഞ്ഞത്? ഇവിടെയുള്ള കേസിൽ നമുക്ക് 3 എക്സാമ്പിൾ എടുക്കാം. ഇവിടെയുള്ള കേസിൽ ഇവിടെ 120 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. ഈ 120 എന്ന് പറയുന്നത് ആന്തര കോണുകളെ ആയ ഈ 75ന്റെയും 45ന്റെയും സമമായിരിക്കും. ഇനി നമ്മൾ ഇവിടെ നിന്ന് മാറി ഇനി എന്ത് ചെയ്തു? ഇവിടേക്ക് വരയ്ക്കണം. അപ്പോൾ ഇവിടേക്ക് വരയ്ക്കുന്ന സമയത്ത് ഇവിടെയുള്ള പുറം കോൺ എന്ന് പറയുന്നത് എത്രയാണ്? 180 മൈനസ് 45, അതായത് എത്ര വരും? 135 ഡിഗ്രി വരും. അതിന്റെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 60 പ്ലസ് 75, 135 ആയിരിക്കും. ഇനി നമുക്ക് അടുത്തൊരു കോൺ കൂടി എടുക്കാം. ഇനി നമ്മൾ എന്തെടുത്തു? 75 എടുത്തു. 75 ആകുമ്പോൾ ഇവിടെ എത്ര വരും? 180 മൈനസ് 75, അതായത് 105 വരും ആണല്ലോ. അതെന്ന് പറയുന്നത് എന്താണ്? ബാക്കിയുള്ള ആന്തര കോണുകളുടെ സമ്മിന്റെ തുകയായിരിക്കും, സമ്മായിരിക്കും. അതെത്ര വരിക? 60 പ്ലസ് 45, 105 ആയിരിക്കും വരിക. ക്ലിയർ ആണല്ലോ. ഇനി ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു വര വരയ്ക്കാണ്, ഒരു ലൈൻ വരച്ചു, അതിന് ക്രോസ് ആയിട്ട് ഒരു ലൈൻ വരച്ചു. ഇപ്പോൾ ഇതിലെ കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻസ് ആണ് വരയ്ക്കുന്നത്. അത് 2 ലൈൻസ് എന്താണ്? ക്രോസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെയും എ ആയിരിക്കും. ഇവിടെ ബി ആണെന്ന് വെച്ചാൽ എന്ത് ചെയ്യാം? അതിന്റെ ഓപ്പോസിറ്റുള്ള ആംഗിളും ബി ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതേ ഇത് ഇവിടേക്ക് വരികയാണ്. ഇവിടേക്ക് വരുന്ന സമയത്ത് എന്തായി? ഇവിടെ 120 ആണ് വയ്ക്കുക. അപ്പൊ ഇവിടെ എത്ര ആയിരിക്കും? ഇവിടെ 120 ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടെ എത്ര ആയിരിക്കും? ഇവിടെ എന്ന് പറയുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ്, അതായത് 60 ഡിഗ്രി ആയിരിക്കും. ഇനി ഇതേ തന്നെ നമ്മളിവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ എത്രയാണ്? 75. അപ്പൊ അതിന്റെ ബാഹ്യകോൺ, പുറം കോൺ എന്ന് പറയുന്നത് എത്രയാണ്? 105 ആണ്. ഈ 105 എങ്ങനെ കിട്ടി? 150 മൈനസ് 175 കിട്ടി. കാരണം ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. അപ്പൊ 180 നമ്മൾ എന്ത് ചെയ്തു? 75 കമ്മിയാക്കി. അപ്പോൾ നമുക്ക് കിട്ടി 105. അത് മനസ്സിലായല്ലോ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ ആന്തര കോണുകൾ സമമായിരിക്കും ഈ 105 എന്ന് പറയുന്നത്. അപ്പൊ 60 പ്ലസ് 45, 105 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള കോണുകൾ നോക്കണം. വയ്ക്കാം 45 ഡിഗ്രിന്റെ അവിടെ എത്രയാണ് ബാഹ്യകോൺ എന്ന് പറയുന്നത്? 135 ഡിഗ്രിയാണ്. അതെങ്ങനെ കിട്ടി? നമുക്കുള്ള ആന്തര കോണുകളുടെ അളവുകൾ നോക്കിയാൽ നമുക്കത് കിട്ടും. ഏത് ത്രികോണത്തിലെയും ഓരോ മൂലയിലെയും അകംകോണിന്റെയും പുറംകോണിന്റെയും തുക എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണ് ഏത് ത്രികോണത്തിലെയും ഓരോ മൂലയിലെയും അകംകോണിന്റെയും പുറംകോണിന്റെയും തുക എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. നമുക്കിത് 180 ഡിഗ്രി ത്രികോണത്തിൽ മാത്രമാണ് ബാധകമാകുക അല്ല. നമ്മളൊരു ഷഡ്ഭുജം എടുക്കണം. ഷഡ്ഭുജം എടുക്കണം. അപ്പൊ ഈ ഷഡ്ഭുജത്തിൽ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ഈ ഒരു ആംഗിൾ എടുക്കാൻ വെക്കാം. ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ ഈക്വൽ ആണ് വെച്ചാൽ 120 പറഞ്ഞു. നമ്മൾ ഇങ്ങനെ ഒരു വരയ്ക്കാണ്. അപ്പൊ ഇവിടെ എത്ര ആയിരിക്കും? ഇവിടെ എന്ന് പറയുന്ന 60 ഡിഗ്രി ആയിരിക്കും. അതായത് ഏതൊരു ബഹുഭുജമാണെങ്കിലും ഒരു മൂലയിലെയും അകംകോണിന്റെയും പുറംകോണിന്റെയും തുക എന്ന് പറയുന്നത് എന്തായിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണം. ഒന്നാമത്തത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ അകംകോണിന്റെ അളവ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞിരുന്നു. നമുക്ക് അത് ഒന്നും കൂടി കൺസെപ്റ്റ് ഇതാക്കാം. അതിപ്പോ ഞാൻ ഒരു ഷഡ്ഭുജം വരച്ചു. ഷഡ്ഭുജം വരച്ചപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റ് ആണ് എടുക്കുന്നത്. എ എന്നൊരു പോയിന്റ് എടുത്തു. ബി, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്, എഫ് ഉണ്ട്. അപ്പൊ ഈ എ എന്നുള്ള പോയിന്റിൽ എനിക്ക് വരയ്ക്കാൻ പറ്റുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ്? ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. വേറെ വരയ്ക്കാനില്ലല്ലോ. എ ഒരു പോയിന്റ് ഇടുന്ന നിർത്താനേ. അപ്പൊ ഇതില് മൊത്തം കോണുകളുടെ അളവുകളുടെ തുക, ആ കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 180 ഇവിടെ കിട്ടും, 180 ഇവിടെ കിട്ടും, 180 ഇവിടെ കിട്ടും, 180 ഇവിടെ കിട്ടും. അപ്പൊ 4 × 180 എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചതുർഭുജം എടുക്കണം വയ്ക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ വരയ്ക്കാം. ഇനി ഒരു പഞ്ചഭുജം എടുക്കാണ്. എ എന്നൊരു പോയിന്റ് എടുത്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 3 ട്രയാങ്കിൾ അതിനുള്ളിൽ ഭാഗിക്കാൻ പറ്റും. അങ്ങനെ അപ്പോൾ അതിലെ മൊത്തം കോണുകളുടെ അളവ് എന്ന് പറയുന്നത് 180 × 3 ആയിരിക്കും, അതായത് 540 ആയിരിക്കും.
ക്ലിയർ ആണല്ലോ. അപ്പോൾ ഏതൊരു ത്രികോണത്തിലെയും ഓരോ മൂലയിലെയും അകക്കോണിന്റെയും പുറംകോണിന്റെയും തുക എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. ഏത് ത്രികോണത്തിലെയും ഒരു മൂലയിലെ പുറംകോൺ എന്ന് പറയുന്നത് എന്താണ്? മറ്റ് രണ്ട് മൂലകളിലെ അകക്കോണുകളുടെ തുകയാണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഒരു മൂലയിലെ പുറംകോണിന്റെ അളവ് എന്ന് പറയുന്നത് എന്താണ്? മറ്റ് രണ്ട് മൂലകളിലെ അകക്കോണുകളുടെ തുകയാണ്. മറ്റ് രണ്ട് മൂലകൾ ഏതൊക്കെയാണ്? ഈ മൂല്യം, ഈ മൂല്യം. അതിലെ അകക്കോണുകളുടെ തുകയായിരിക്കും എന്തെന്ന് പറയുന്നത്? ആ ഒരു ട്രയാങ്കിളിന്റെ കോണിന്റെ പുറംകോൺ എന്ന് പറയുന്നത്. ഇവിടെയുള്ള പുറംകോണാണെന്ന് വെച്ചാൽ അതിന്റെ മറ്റു മൂലകളിലെ അകക്കോണിന്റെ അളവായിരിക്കും കാണേണ്ടത്. അതുപോലെ ഇപ്പോൾ ഇവിടെയുള്ള അളവാണ് വയ്ക്കാം. നമുക്ക് ഈ 135ന്റെ പുറംകോണാണ് വെച്ചാൽ എന്താണ്? മറ്റു മൂലകളിലെ അകക്കോണുകളുടെ അളവായിരിക്കും ഈ ഒരു പുറംകോൺ എന്ന് പറയുന്നത്. ഇനി ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു നക്ഷത്രം വരച്ചിട്ടുണ്ട്. ഈ നക്ഷത്രത്തിലെ ബാഹ്യമായിട്ടുള്ള ഈ കാലുകളുടെ കോണുകളുടെ അളവുകളുടെ തുക എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആദ്യം ഈ സ്റ്റാറിലെ ഈ ഒരു ട്രയാങ്കിൾ മാത്രം എടുത്തു. അപ്പൊ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെയുള്ള ഒരു ആംഗിൾ ഉണ്ട്. ഈ രണ്ട് ആംഗിളുകളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ബാഹ്യകോൺ, ഇവിടെയുള്ള കോണിന്റെ ഓപ്പോസിറ്റ് ഉള്ള പുറം കോണിന്റെ അളവുകളുടെ തുകയായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഇത് ഇങ്ങനെ കിട്ടി. ഓക്കെ ആണല്ലോ. ഈ ഒരു ട്രയാങ്കിൾ എടുത്തപ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇത്ര കിട്ടി. ഇനി അടുത്ത ട്രയാങ്കിൾ ഞാൻ അങ്ങനെ എടുത്തു. അടുത്ത ട്രയാങ്കിൾ ഏതൊക്കെ എടുത്തു? ഈ ഒരു ട്രയാങ്കിൾ എടുത്തു. അപ്പൊ ഇവിടെ രണ്ട് ആകോണുണ്ട്. ഇതിന്റെ തുക എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയുള്ള പുറംകോണിന്റെ തുകയായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ മൂന്ന് ആംഗിളുകളും കൂട്ടിയാൽ എത്ര വരേണ്ടത്? നമുക്കൊരു ട്രയാങ്കിളിൽ മൂന്ന് ആംഗിളും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ് വരേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള കോണുകളുടെ എല്ലാം എടുത്തിട്ട് നമുക്ക് കൂട്ടുമ്പോഴാണ് ഇവിടെയുള്ള രണ്ട് ആംഗിളുകൾ കിട്ടുന്നത്. ഈ ഒരു ആംഗിള്, ഈ രണ്ട് ആംഗിൾ പ്ലസ് ഈ ഒരു ആംഗിൾ കൂട്ടി നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. അപ്പോൾ ഒരു നക്ഷത്രത്തിലെ കാലുകളുടെ കോണുകളുടെ അളവ് എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ട്രയാങ്കിള്, ഈ ട്രയാങ്കിളിലെ ബാഹ്യ കോണുകളുടെ മൊത്തം അളവുകളുടെ തുക എന്നത് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മളൊരു ട്രയാങ്കിൾ വരച്ചു. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. ഈ ഒരു ട്രയാങ്കിൾ വരച്ചു. ഈ ഒരു ട്രയാങ്കിളിൽ നമ്മൾ എന്താ ചെയ്തത്? പുറം കോണുകൾ എന്ന് പറയുന്നത് എത്രയാണ്? ഫസ്റ്റത്തത് 120 ഡിഗ്രി കിട്ടി, പ്ലസ് വേറെ എത്ര കിട്ടി? 105 ഡിഗ്രി കിട്ടി, പിന്നെ ഒന്ന് 135 ഡിഗ്രി കിട്ടി. ഇത് നമ്മൾ കൂട്ടുമ്പോൾ എത്ര വരും? 360 ഡിഗ്രി ആയിരിക്കും വരിക. ഇതെന്തുകൊണ്ടാണ് 360 ഡിഗ്രി വന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കോണ് 120. ഈ 120 എന്ന് പറയുന്നത് എത്രയാണ്? 120 എന്ന് പറയുന്നത് 180 മൈനസ് 60 പ്ലസ് 180 മൈനസ് 75 പ്ലസ് 180 മൈനസ് 45 എന്ന് നമുക്ക് കൂട്ടാം. അത് എത്ര വരും? 540 മൈനസ് 180 എന്നായിട്ടില്ലേ? അതായത് 360 ഡിഗ്രി എന്ന് വരും. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതെടുത്തത്? നമുക്ക് ആദ്യം കിട്ടുക ആ കോണുകളുടെ അളവുണ്ട്. ആ അളവുകൾ നമ്മൾ 180 നിന്ന് കമ്മിയാക്കിയാലാണ് നമുക്ക് പുറം കോണ് കിട്ടുക. അപ്പൊ 180 മൈനസ് 60 ചെയ്തു. അടുത്ത ബാഹ്യകോൺ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു? 180 മൈനസ് ആന്തരകോൺ ചെയ്തു. അപ്പൊ എത്ര കിട്ടി? 105 കിട്ടി. അടുത്ത 180 മൈനസ് 45 കിട്ടി. അപ്പൊ 135 കിട്ടി. ഇനി ഈ 180 കൂട്ടിയാൽ എത്ര വരും? 540 വരും. ബാക്കിയുള്ള തുകകൾ കൂട്ടിയാൽ എത്ര വരും? ഒരു ട്രയാങ്കിളിന്റെ കോണുകൾ കിട്ടുക. അപ്പൊ 540 മൈനസ് 180 വിച്ച് ഈസ് ഈക്വൽ ടു 360 എന്ന് കിട്ടും. അപ്പൊ ഇത് ട്രയാങ്കിൾ മാത്രമാണ് ബാധകമാക്കുക? അല്ല, എല്ലാ ബഹുഭുജങ്ങളുടെയും ബാഹ്യ കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? അത് 360 ഡിഗ്രിയാണ്. ആണല്ലോ. അതേസമയം ആന്തര കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് കണക്ക് കൂട്ടാം? n-2 ഇൻറ്റു 180 എന്നാണ് 180 ഡിഗ്രി. ഇതാണ് ടോട്ടൽ ആന്തര കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത്. ഇത് എവിടെ തന്നെ തന്നിട്ടുണ്ട്. ഓരോ ജോഡികളുടെയും തുക, അതായത് 3 ആംഗിളുകളുണ്ട്. ഇങ്ങനെ ട്രയാങ്കിളിൽ 3 ആംഗിളുകളുണ്ട്. ഈ 3 ആംഗിളിൽ 3 ജോഡിയുണ്ട്. ഈ ഒരു ജോഡിയുണ്ട്, ഈ ഒരു ജോഡിയുണ്ട്, അകംകോണും പുറംകോണും, അതുപോലെ ഈ ഒരു ജോഡിയുണ്ട്. ഈ ഓരോ ജോഡിയുടെയും തുക എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. ഇനി 3 ജോഡികളും കൂടി കൂട്ടിയാൽ എത്ര വരും? 180 ഇൻറ്റു 3 540 വരും. ഇനി അകംകോണും പുറംകോണും കൂട്ടിയിട്ട് ഇങ്ങനെ 3 ജോഡി എടുത്താൽ അതിന്റെ തുക എന്ന് പറയുന്നത് എത്ര വരും? 3 ഇൻറ്റു 180, അതായത് 540 ഡിഗ്രി വരും. ഇനി അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? അകക്കോണ് 3 ആംഗിളുകൾ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ് വരേണ്ടത്. അപ്പോൾ പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും?
540 മൈനസ് 180, അത് 360 ഡിഗ്രി ആയിരിക്കും. ഇനി ഇതെന്താ ചെയ്തിരിക്കുന്നത്, ഇതൊരു ചതുർഭുജത്തിലും കൂടെ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചതുർഭുജത്തിൽ ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെയാണ് വരിക. നമുക്ക് സിമ്പിൾ ചതുർഭുജം എടുക്കാം. എല്ലാ വശങ്ങളും ഈക്വൽ ആയിട്ടുള്ള സമചതുരമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ്, ഇവിടെ 90 ഡിഗ്രിയാണ്, ഇവിടെ 90 ഡിഗ്രിയാണ്, ഇവിടെ 90 ഡിഗ്രിയാണ്, ഇവിടെ 90 ഡിഗ്രിയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിന്റെ പുറം കോൺ എന്ന് പറയുമ്പോൾ എത്ര വരും, ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി, ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിലെ ടോട്ടൽ വെളിയിലുള്ള ആളുകളുടെ എന്ന് പറയുന്നത് 90 × 4 360 ആണ്. അപ്പോൾ ഈ ചതുർഭുജത്തിലെ മൊത്തം കോണുകളുടെ ആകെ കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്, നമ്മൾ പറഞ്ഞിരുന്നു n-2, അതായത് 4 - 2 2 × 180 360 ഡിഗ്രിയാണെന്ന് പറഞ്ഞു. പിന്നെ പുറം കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്, പുറം കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. കാരണം എങ്ങനെയാണ് നമുക്ക് കണക്കൂട്ടിയത്, കാരണം നമുക്ക് 4 പോർഷൻ ഉണ്ട്. ഇവിടെ 180, ഇവിടെ 180, ഇവിടെ 180, ഇവിടെ 180, അതായത് 180 × 4, അതായത് 0 1 4 32 സിസ്റ്റം 3 4 3 720 എന്ന് കിട്ടും. ഈ 720 നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ആകെക്കോൺ കമ്മിയാക്കുമ്പോൾ എത്രയാണ്, ആകെക്കോൺ 360 കുറവാക്കുന്നത്. അപ്പോൾ ബാഹ്യകോണ് അല്ലെങ്കിൽ പുറം കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്, 360 ഡിഗ്രി വരും. ഇനി ഇതെന്ത് ചെയ്തു, നമ്മൾ പഞ്ചഭുജം വരച്ചു. പഞ്ചഭുജം വരയ്ക്കുമ്പോഴും എന്താ സംഭവിക്കുക, പഞ്ചഭുജം വരച്ചാലും ഓരോ മൂലയിലെയും ആകെക്കോണിന്റെയും പുറം കോണിന്റെയും തുക എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ആണല്ലോ. ഇത് എത്രയുണ്ട്, 5 ഉണ്ട്. അപ്പൊ 180 × 5 എത്ര വരും, 0. 2 5 40, 0 4 5 4 900 വരും. ഈ 900 നമ്മൾ എന്ത് ചെയ്തു, ഈ 900 നമ്മൾ ഇതിൽ നിന്ന് ആന്തരകോണുകൾ, ഈ ആന്തരകോണുകളുടെ അളവുകളുടെ തുക എത്രയാണ് വരുന്നത്, നമുക്കറിയാം 3 × 180, അത് എത്ര വരിക, 540 എന്ന് വരും. അപ്പോൾ 900 - 540 എത്ര വരിക, 360 ഡിഗ്രി വരും. അപ്പോൾ ടോട്ടൽ പുറം കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഏത് ബഹുഭുജത്തിലെയും പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് എന്താണ്, അത് 360 ഡിഗ്രിയാണ്. ഇനി ഒരു മൂലയിലെ പുറം കോണിന്റെയും അകക്കോണിന്റെയും അളവുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഇനി ഒരു ബഹുഭുജത്തിലെയും പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്, 360 ഡിഗ്രിയാണ്. തൽക്കാലം ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.